സുഭാഷിതം. സക്കറിയ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവീൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തൻ്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. Thus says the Lord of hosts, execute true justice, show mercy and compassion everyone to his brother. Do not oppress the widow or fatherless, the alien or the poor. Let none of you plan evil in his heart against his brother. യെരുശലേമിന്റെ നാശത്തെ അനുസ്മരിക്കുന്നതിനായി പ്രവാസത്തിലായിരുന്ന യഹൂദന്മാർ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉപവസിക്കുകയും അനുതപിക്കുകയും ചെയ്തിരുന്നു. അവർ ഇപ്പോൾ യെരുശലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവർക്ക് ഇനിയും അറിയേണ്ടത് തങ്ങളുടെ ഉപവാസം തുടരണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ദൈവം 4 സന്ദേശങ്ങൾ സക്കറിയാവിൽ കൂടെ നൽകുന്നു. ആചാരങ്ങളെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നതാണ് ഉത്തമം എന്ന് ദൈവം പറയുന്നു. സകല ജനങ്ങളും അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് നാം കുറിവാക്യത്തിൽ വായിച്ചത്. ന്യായരഹിതമായ ഒരു ജീവിതം നയിക്കുന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആത്മാവിന്റെ അമർത്യതയിലും അവിടുത്തെ ബുദ്ധിപരമായ ശക്തികളിലും അവിടുത്തെ വിശുദ്ധിയിലും നീതിയിലും ആധിപത്യത്തിലും ശക്തിയിലും അധികാരത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളായ സ്നേഹം, കരുണ, ദയ, വിശ്വസ്തത, നീതി ഇവയൊക്കെ മനുഷ്യന് നൽകി. മനുഷ്യനെ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു എന്ന് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മീഖാ പ്രവചനം 6:9 വായിക്കുന്നത്: മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായി ഇരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ജനം ദൈവത്തിന്റെ പദ്ധതി വിട്ടുമാറിയപ്പോൾ സക്കറിയ പ്രവാചകനിൽ കൂടെ ശാസിക്കുകയാകുന്നു. ദൈവം തന്റെ ജനത്തിന് പ്രമാണം കൊടുക്കുമ്പോൾ ആവർത്തന പുസ്തകം 24:14-15 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. അവൻ നിനക്ക് വിരോധമായി യഹോവയോടെ നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത്. 27:19 എഴുതിയിരിക്കുന്നത്: പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. എളിയവനോട് അവൻ എളിയവനാകൊണ്ട് കവർച്ച ചെയ്യരുത്. അരിഷ്ടനെ പടിവാതുക്കൽ വെച്ച് പീഡിപ്പിക്കുകയും അരുത്. യഹോവ അവരുടെ വ്യവഹാരം നടത്തുമെന്ന് സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുമെന്ന് സദൃശവാക്യങ്ങൾ 19:17 എഴുതിയിരിക്കുന്നു. വിധവമാരെയും അനാഥരെയും എളിയവനെയും ദരിദ്രരെയും പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ പരിശോധിക്കുകയും സക്കറിയാവ് പറഞ്ഞതുപോലെ നേരോടെ നടന്ന് ന്യായം പാലിച്ച് ദയയും കരുണയുള്ളവരായി ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all with these words.